പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭക്ഷ്യ സുരക്ഷയുടെ പ്രസക്തിയെക്കുറിച്ച് പഠിച്ചു. എന്താണ് ഭക്ഷ്യസുരക്ഷ? എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നതിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. In the last class, we have studied about the food security. What is food security? Food security is the situation that ensures sufficient food for everyone to lead a healthy life. It is necessary to ensure food security for a better and healthy society, where there is no poverty or health issues due to lack of nutrition. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് വളക്കൂറുള്ള മണ്ണാണ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായ 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഈ മൂലകങ്ങളെ പറയുന്ന പേരാണ് അവശ്യ മൂലകങ്ങൾ. Today we are going to study about the fertile soil, which is the basis of food security. There are about 20 different elements which are required for the proper growth of plants. These elements are known as essential elements. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ വേണ്ടവയും കുറഞ്ഞ അളവിൽ വേണ്ടവയും ഉണ്ട്. കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് അയേൺ അഥവാ ഇരുമ്പ്, മാംഗനീസ്, ബോറോൺ, മോളിബ്ഡനം, കോപ്പർ, സിങ്ക്, ക്ലോറിൻ, നിക്കൽ, കൊബാൾട്ട്, സോഡിയം, സിലിക്കോൺ. The essential elements are of two types, macronutrients and micronutrients. Macronutrients are carbon, hydrogen, oxygen, nitrogen, phosphorus, potassium, calcium, magnesium, and sulfur. And micronutrients are iron, manganese, boron, molybdenum, copper, zinc, chlorine, nickel, cobalt, sodium, silicon. Why these elements are known as essential elements? Because these elements are required for proper growth of plants. ഈ അവശ്യ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാണോ? ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാണ്. സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ഇവ മണ്ണിൽ കാണപ്പെടുന്നത്. സൂക്ഷ്മജീവികൾ നമുക്കറിയാം, അവ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന എല്ലാ വസ്തുക്കളെയും ജീർണിപ്പിക്കുന്നു. ഈ വിഘടന പ്രവർത്തനം വഴി ഈ അവശ്യ മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടാകുന്നു. Are these elements naturally available in the soil? Yes, these elements are made naturally available in the soil through the decomposition by microorganisms.
ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാണോ? ഈ മൂലകങ്ങൾ ഒരു പരിധിവരെ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് ഇവ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത്. ജീർണന പ്രവർത്തനം കൂടാതെ മറ്റേതെല്ലാം മാർഗങ്ങളാണ് മണ്ണിൽ ഈ അവശ്യ മൂലകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കൃഷിയിടങ്ങളിൽ അതുപോലെ തന്നെ പാടങ്ങളിൽ നെൽകൃഷിക്കു ശേഷം പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ വളർത്തുന്നത്. നമ്മുടെ പറമ്പുകളിലും പാടങ്ങളിലും കൃഷി ഇറക്കിയതിനു ശേഷം പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണുന്ന മുഴകൾ പോലുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റുകളായി മണ്ണിൽ സംഭരിച്ചു വയ്ക്കാൻ സഹായിക്കുന്നു. ഇവയെ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകൾ എന്നാണ് വിളിക്കുന്നത്. സസ്യങ്ങൾക്ക് നേരിട്ട് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സ്വീകരിക്കാനുള്ള കഴിവ് ഇല്ല. അതിനാൽ ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റുകളാക്കി മണ്ണിൽ സംഭരിച്ചു വയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് പയറുവർഗത്തിലുള്ള സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം? പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ വളർത്തുമ്പോൾ മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിക്കുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. എവിടെയാണ് ഈ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകൾ താമസിക്കുന്നത്? ഇവ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ കാണുന്ന മുഴകൾ പോലുള്ള ഭാഗങ്ങളിലാണ് വസിക്കുന്നത്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് അസറ്റോബാക്ടർ, ബാസില്ലസ്, ക്ലോസ്ട്രിഡിയം. In lower classes, you have studied about the advantages of leguminous plants in fields. After the main crop cultivation, farmers used to plant leguminous plants in their fields. Do you know why they are doing so? Leguminous plants has the capacity to fix atmospheric nitrogen into the soil and fix them as nitrates in the soil. This improves the soil fertility. So when we are planting leguminous plants in fields, they increase the soil fertility. Where these nitrogen fixing bacteria are seen? Nitrogen fixing bacteria are seen in the root nodules of the leguminous plants. Plants can't absorb atmospheric nitrogen directly. So, the bacteria that are residing in the root nodules of leguminous plants absorb these atmospheric nitrogen and fix them as nitrates in the soil and improves the soil fertility. The examples of nitrogen fixing bacteria include species of Acetobacter, Bacillus and Clostridium. എങ്ങനെയെല്ലാം നമുക്ക് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ വളർത്തി നമുക്ക് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം. അതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിന്റെ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. The soil fertility can be improved also by the application of fertilizers. When we are apply fertilizers, that also improves the soil fertility. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കർഷകർ പലതരം വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവ ഏതെല്ലാമാണ്? രാസവളങ്ങൾ, ജൈവവളങ്ങൾ, പച്ചില വളങ്ങൾ. Farmers use different kinds of fertilizers in order to increase the fertility of the soil. We are familiar with different kinds of fertilizers such as chemical fertilizers, biofertilizers, green leaf manure. സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മണ്ണിന്റെ pH മൂല്യം. എന്താണ് മണ്ണിന്റെ pH മൂല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢതയാണ് pH മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The pH of the soil is also an important factor that influence the growth of the plants. Here, the concentration of hydrogen ions in the soil are considered. pH എന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പവർ ഓഫ് ഹൈഡ്രജൻ എന്നതാണ്. pH denotes potential of hydrogen or power of hydrogen. pH 0 മുതൽ 14 വരെ ആകാം. 7 താഴെയാണ് pH മൂല്യമെങ്കിൽ അത് അമ്ല സ്വഭാവമുള്ള മണ്ണായിരിക്കും, അഥവാ ആസിഡ് സ്വഭാവമുള്ള മണ്ണായിരിക്കും. pH 7 മുകളിലാണെങ്കിൽ അത് ആൽക്കലൈൻ സ്വഭാവമുള്ള അഥവാ ക്ഷാര സ്വഭാവമുള്ള മണ്ണായിരിക്കും. 7 എന്നത് ന്യൂട്രൽ സ്വഭാവമുള്ള മണ്ണായിരിക്കും. pH range goes from 0 to 14. When the pH is less than 7, it indicates acidity. And when the pH is greater than 7, it indicates alkaline or basic nature. If it is 7, it shows neutral nature of the soil. കൂടുതൽ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായ pH 5.5 7.5 ഇടയിലാണ്. The optimum pH range for most plants is between 5.5 and 7.5. pH പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ മണ്ണു പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവും അതുപോലെ pH മൂല്യവും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിലൂടെ മികച്ച രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. What is the importance of testing the soil? Is it necessary? Yes, it is necessary to test the soil. What all things we can know by testing the soil?
When we test the soil, we can understand the presence of elements in the soil and the pH value. മണ്ണിലെ അമ്ലഗുണം അഥവാ അസിഡിക് ഗുണം കുറയ്ക്കാനായി സാധാരണ നമ്മൾ പറമ്പുകളിലും മറ്റും കുമ്മായം വിതറാറുള്ളത് കുട്ടികൾക്ക് അറിയാമല്ലോ. To reduce the acidity of the soil, we usually use limestones. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ധാരാളം ജീവിവർഗങ്ങളുണ്ട്. അവയാണ് ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ. ഇവയുടെ പ്രവർത്തനം വഴിയും മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. മണ്ണിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ അഥവാ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങളെയും പച്ചിലവളങ്ങളെയും ജൈവവളങ്ങളെയും മറ്റും വിഘടിപ്പിക്കുന്നത് മണ്ണിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളും നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിവർഗങ്ങളുമാണ്. Some organisms also help to increase soil fertility. They are bacteria, fungi, algae, termites, and earthworms. These organisms helps to increase the fertility by decomposition process. ഇനി നമുക്ക് സൂചകങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം. മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ സൂക്ഷ്മജീവികളുടെ പങ്ക് എന്ത്? മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പാക്കുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. What is the role of microorganisms in ensuring the natural availability of elements in the soil? These elements are made naturally available in the soil through decomposition by microorganisms. മണ്ണു പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത എന്ത്? മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും മണ്ണു പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും. What is the need of testing the soil? The presence of elements in the soil and the pH value can be identified by soil testing. മികച്ച വിളവിന് വളപ്രയോഗം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? മികച്ച വിളവിന് മണ്ണിൽ എല്ലാ മൂലകങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കൃത്യമായ വളപ്രയോഗം വഴി മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു, മികച്ച വിളവ് ലഭിക്കുന്നു. Why does the application of fertilizers become essential for better crop yield? For to get better yield, all essential elements should be present in the soil. Fertility of the soil can be improved by the application of fertilizers. Then we get better yield.